ഇന്റർ ചർച്ച് റിലേഷൻസിൻ്റെ പ്രസിഡന്റ് അഭിമന്യ നിക്കോളോസ് തിരുമേനി വിവിധ സഭാ മേലധ്യക്ഷന്മാരുടെ അനുശോചന സന്ദേശങ്ങൾ ഇവിടെ അറിയിക്കുന്നു. എക്യൂമെനിക്കൽ റിലേഷൻഷിപ്പ് പരിശുദ്ധ ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. എല്ലാ സന്ദേശങ്ങളും വായിക്കുവാൻ നമുക്ക് സമയമോ സാധിക്കത്തുമില്ല. വളരെയധികം സന്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇങ്ങനെ ധാരാളം പേര് അനുശോചനങ്ങൾ അറിയിക്കുകയും സോഷ്യൽ മീഡിയയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റ് സഭാ തലവന്മാരുടേത് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളൊന്ന് അക്നോളജ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുശോചന സന്ദേശങ്ങൾ കത്ത് മുഖേന ലഭിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയിലെ കോപ്റ്റിക് ഭദ്രാസനം, എറണാകുളം അങ്കമാലി രൂപത മെത്രാപ്പൊലിത്തൻ വികാരി ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ, ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ ജനറൽ സെക്രട്ടറി മാത്യൂസ് ജോർജ്, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ബലഹീനായ ഞാൻ. അതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഇൻചാർജായിട്ട് വഹിക്കുന്ന വ്യക്തിയുടെ ദീർഘമായ ഒരു അനുശോചന സന്ദേശം ലഭിച്ചിട്ടുണ്ട്. അത് ദീർഘമായതുകൊണ്ട് തന്നെ വായിക്കുന്നില്ല. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ആഷിർ എബനേസർ, സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ റവറൻ ഡോക്ടർ ജസ്റ്റിസ് മോസസ്, കനേഡിയൻ കൗൺസിൽ ഓഫ് ചർച്ചസ്, നമ്മുടെ സഭ അംഗമായിരിക്കുന്ന കനേഡിയൻ കൗൺസിൽ ഓഫ് ചർച്ചസ് ആണ്, അതിൻ്റെ പ്രസിഡന്റ് സന്ദേശം അയച്ചിരിക്കുന്നു. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് USA നമ്മൾ അംഗങ്ങളാണ്, അതിൻ്റെ പ്രസിഡന്റ് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ആർച്ച് ബിഷപ്പ് ഓഫ് കൊലാലംപൂർ മോസ്റ്റ് റവറൻ ജൂലിയൻ ലിയോ ബെൻ കിം, ജർമ്മനിയിലെ ഗോട്ടിംഗൻ യൂണിവേഴ്സിറ്റി പരിശുദ്ധ ബാവ തിരുമേനിയെ പ്രത്യേക അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ പ്രൊഫസർ ഡോക്ടർ മാർട്ടിൻ ടാംകെ, കാലിഫോർണിയയിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് ബിഷപ്പ് അബിയോന്തിയ സെറാപ്പിയോൺ, പോണ്ടിഫിക്കൽ കൗൺസിൽ ഓഫ് പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ യൂണിറ്റി ആൻഡ് സെക്രട്ടറി ബിഷപ്പ് ബ്രയൻ ഫറൽ, ചർച്ച് ഓഫ് ബംഗ്ലാദേശിൻ്റെ സിനഡ് സെക്രട്ടറി റവറൻ ജോൺ ഫോൺ പ്രോഭാഭൂതൻ, സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഹോളണ്ടിലെ ആർച്ച് ബിഷപ്പ് പോളികാർപ്പോസ് ഐദീൻ, നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ചെയർമാൻ എമ്മാനുവൽ ബി ഗറീബ് എന്നിവരാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ സഭാ തലവന്മാരുടേത് മാത്രം ഒന്ന് വായിക്കുക. ആദ്യമായിട്ട് അന്ത്യോക്യ പാത്രീസ് ഒരു അനുശോചന സന്ദേശം അയച്ചിട്ടുണ്ട്. പരിശുദ്ധ അന്ത്യോക്യ പാത്രിയാർക്കീസ് അപ്രേം ദ്വിതീയൻ്റെ ഇംഗ്ലീഷിലുള്ള കൽപ്പനയാണ്. We received your letter dated 12th July 2021 informing about the passing away of Catholicos Mo Baselios Marthoma Paulos II. We express our condolences to you and all the metropolitans and faithful of our Malangara Church. May the merciful Lord grant him peace and have mercy on his soul. Ignatius Ephraim II. അർമീനിയൻ കിലിക്കിയ കാതോലിക്ക ആറാം ഫസ്റ്റിൻ്റെ അനുശോചന കൽപ്പന ലഭിച്ചിട്ടുണ്ട്. Your Eminence and dear members of the Holy Synod, it is with deep sorrow that we came to learn about the passing away of His Holiness Baselios Marthoma Paulos II. We have met His Holiness in India and in Lebanon and also at ecumenical events. He was a dedicated Catholicos to his church and deeply engaged in the mission, evangelism and diaconia of the Church of God. His Holiness was also firm advocate of the ecumenical cause and goal. Indeed, his death is a great loss to our sister Malangara Orthodox Syrian Church. We, our synod, our clergy and people share our pain and agony. May Almighty God receive his soul in his eternal kingdom and bless your synod, clergy and people at this difficult time. Yours in Christ, Aram 1, Catholicos of Kilikia. അതുപോലെ തന്നെ നമ്മുടെ സഭയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അമേരിക്ക. പരിശുദ്ധ ബാവ തിരുമേനി അവിടെ റിസീവ് ചെയ്യും, പരിശുദ്ധ ബാവ തിരുമേനി ഇവിടെ അദ്ദേഹത്തെ റിസീവ് ചെയ്യുകയും ചെയ്താണ്. ആ സഭയുടെ തലവൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്. On behalf of the Holy Synod of Bishops, the clergy and the faithful of the Orthodox Church in America, I offer my most heartfelt condolences for the falling asleep of His Holiness Moranma Baselios Marthoma Paulos II. May His Holiness
Holiness's memory be eternal, and may he rest with the righteous. I still remember with gratitude the hospitality extended to me and my delegation by His Holiness in 2015 when I traveled to India to participate in celebrations making the 200th anniversary of the Orthodox Theological Seminary. Assure the faithful of the Malankara Orthodox Syrian Church of our love, prayers during this time of mourning. May the risen Lord and our God, Savior Jesus Christ, comfort you and your faithful. Coptic Orthodox സഭയുടെ പേപ്പൽ ലെഗേറ്റ് ആർച്ച് ബിഷപ്പ് ആഞ്ചലോസ് പോപ്പ് തവോദറോസിന് വേണ്ടിയുള്ള സന്ദേശം അയച്ചിട്ടുണ്ട്. Your grace and peace to you from our Lord Jesus Christ. It is with sadness but with hope in our risen Lord that we receive the news of the repose of our dear Father, His Holiness, the late Catholicos Basilios Marthoma Paulos II. We are aware of his vigilant struggle against illness and thankful for his witness and the shepherding of his flock throughout his service. I know that this will be a personal loss for Your Grace and many of our sisters and brothers in Britain, India and around the world. And it is for that reason that we extend our heartfelt condolences and assurance of our prayers, praying that our loving God grants you all the comfort at this most difficult hour. I leave you in the love and care of our gracious Lord Jesus Christ. Angelos, Archbishop of London, Papal Legate. അതോടൊപ്പം തന്നെ പരിശുദ്ധ ബാബ തിരുമേനിയുടെ പാർട്ട്ണർഷിപ്പിൽ ഒരു ഫുട്സ്റ്റെപ്സ് ഓഫ് സെയിന്റ് തോമസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ സെറീന ഫാസ് വളരെ ദുഃഖത്തോടുകൂടി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലെ ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി സന്ദീപ് കുമാർ, ഇത്രയും പേരുടെ രേഖാമൂലമുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. വളരെയധികം അനുശോചന സന്ദേശങ്ങൾ ലോകത്തിൻ്റെ വിവിധ പൊളിറ്റിക്കൽ റിലീജിയസ് ലീഡേഴ്സിൻ്റെ കിട്ടിയിട്ടുണ്ട്. മുഴുവൻ അക്നോളജ് ചെയ്യാൻ സമയമില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. നമ്മുടെ സഹോദരി സഭയായ എത്യോപ്യൻ സഭ ഇന്നലെ പരിശുദ്ധ ബാബ തിരുമേനിക്ക് വേണ്ടി ഒരു സർവീസ് അവരുടെ കത്തീഡ്രലിൽ നടത്തി. അതിനുശേഷം പരിശുദ്ധ എത്യോപ്യൻ പാത്രീസ് അദ്ദേഹത്തിൻ്റെ അനുശോചന സന്ദേശം അയച്ചിട്ടുണ്ട്. അഭിയന്യ ദിയസ്കോറോസ് തിരുമേനി ഇപ്പോൾ അത് വായിക്കുന്നതാണ്. Abba Matthias, first Patriarch of Ethiopia, Archbishop of Aksum, Eschege of the See of St. Tekle Haymanot, to the Holy Synod of our sister Malankara Orthodox Syrian Church of India. The righteous will be in everlasting remembrance. Psalms 112:6. We have felt deep sorrow since we heard the announcement concerning the eternal rest of His Holiness Basilios Marthoma Paulos II, Catholicos of the East and Malankara Metropolitan on the Apostolic Throne of St. Thomas. We express our deepest condolence to the Holy Synod, to all clergies and faithfuls of our sister Malankara Orthodox Syrian Church of India, on behalf of the Ethiopian Orthodox Tawahidu Church, Holy Synod and myself. His Holiness had visited and blessed our Ethiopian Orthodox Tawahidu Church faithful 3 times and deeply demonstrates his love and genuine affection to our country and the Church. During the apostolic visits, Ethiopian faithful have welcomed His Holiness with great joy and received his blessings, especially at the feast of the Holy Cross on September 2017. Therefore, His Holiness' memories are always remain fresh in the mind and heart of our faithful and all of us. Apart from all His Holiness's remarkable legacies to the Malankara Orthodox Church of India, in every walk of pontifical apostolic ministry, His Holiness has made a significant and unforgettable contribution to the continuation of the strong and historical family relationship between our churches in particular, as well as for the Oriental Orthodox Churches family and Orthodox ecumenism in general. May the soul of our dearest brother in Christ, His Holiness Marthoma Paulos, Basilios Marthoma Paulos II, rest in eternal peace and be glorified in the heavenly kingdom of our Almighty God, together with the souls of the most glorified apostles and saints. God bless our churches. Abuna Matthias.